അതിന്റെ കമന്റുകൾ അങ്ങനെ ഒരു ടാർഗറ്റ് എന്താണുള്ളത്? ചേട്ടാ എനിക്ക് അറിയില്ല സത്യത്തിൽ എന്താന്നുള്ളത്. എനിക്കും എന്നെ വന്നിട്ട് അയച്ചു തന്നിരുന്നു. എനിക്ക് തോന്നുന്നത് മാളികപ്പുറം ഇറങ്ങിയ മാളികപ്പുറത്തിന് മുന്നേ എനിക്ക് അങ്ങനെ ഒരു അറ്റാക്ക് എൻ്റെ നേരെ അതിന് മുന്നത്തെ സിനിമകളൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ മാളികപ്പുറത്തിന് ശേഷം ഞാൻ കണ്ടിട്ടുണ്ട്. അത് സിനിമയായിട്ട് ബന്ധപ്പെട്ടല്ല. ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ എൻ്റെ താഴെ വന്നിട്ട്. പക്ഷേ ഇതൊന്നും മുഖമില്ലാത്ത ആളുകൾ കേട്ടോ. അങ്ങനെ ഇതിന് കൃത്യമായ ഒരു ജെനുവിൻ അക്കൗണ്ടിൽ നിന്ന് ഞാൻ ഇന്ന് അങ്ങനെ കണ്ടില്ല. അപ്പം തീർച്ചയായിട്ടും നല്ലത് എത്ര ആളുകൾ മോശമെന്ന് പറഞ്ഞാലും നല്ലതിനെ സ്വീകരിക്കുന്ന ഒരു ജനതയാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് എനിക്ക് പേഴ്സണലി എൻ്റെ സിനിമ നന്നാവുന്നുള്ളതാണ്. എന്നെ ആരും മോശം പറഞ്ഞാൽ എന്നെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം ഞാൻ എന്താണെന്ന് എനിക്കും അറിയാം, എൻ്റെ ചുറ്റും നിൽക്കുന്നവർക്കും അറിയാം. അപ്പോൾ തീർച്ചയായിട്ടും പുറത്തു നിന്നൊരാളുടെ ഒരു സർട്ടിഫിക്കറ്റ് വേണ്ട എന്ന് എനിക്ക് എൻ്റെ ചുറ്റും നിൽക്കുന്നവർ എന്നെ മോശം പറയുകയാണെങ്കിൽ ഞാനത് തീർക്കാൻ ശ്രമിക്കും. ഉറപ്പായിട്ട് എനിക്ക് അങ്ങനെ ഒരു മോശം കാര്യം പറയിപ്പിക്കാനുള്ളൊരു സിറ്റുവേഷൻ ഞാൻ ജീവിതത്തിൽ ഇന്നേ വരെ എടുത്തിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു അറ്റാക്കിനെ ഞാൻ ഈ സിനിമയിൽ ഞാൻ കണ്ടു. ഇതിനു മുന്നേ ഇതിൻ്റെ സോങ്സ് ഇറങ്ങുമ്പോഴും ട്രെയിലർ ഇറങ്ങുമ്പോഴും അത് എന്നെന്ന് മാത്രമല്ല മാളികപ്പുറം ടീമിനെ പേരെടുത്ത് പറഞ്ഞ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനും വിഷ്ണുവും രഞ്ജനൊക്കെ ഞങ്ങൾ എത്ര തവണ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടി ഞങ്ങൾ എന്താണ് അതിന് മാത്രം എന്ത് തെറ്റാ ചെയ്തത്? ഒരു സിനിമ ചെയ്തത് അതൊരു ഭക്തി ലെവലിലുള്ള ഒരു സിനിമ ചെയ്തതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ്? എനിക്ക് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും ആഫ്റ്റർ മാളികപ്പുറം തന്നെയാണ് എനിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് തുടങ്ങിയത്. പക്ഷേ ഇന്ന് ഞാൻ പറയുന്നു ഇതൊന്നും വലിയ വിഷയമായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം എൻ്റെ സിനിമകൾ ഞാൻ വളരെ എൻജോയ് ചെയ്ത് ചെയ്യുന്നതാണ്. ഞാൻ പറയുന്ന കഥ ഇഷ്ടപ്പെടുന്ന ഒരു സംവിധായകനും അത് ഇഷ്ടപ്പെട്ടുകൊണ്ടുള്ള ആർട്ടിസ്റ്റുകൾ വരുന്നതും ഇത്രയും പൈസ കൊടുക്കാൻ പ്രൊഡ്യൂസേഴ്സ് വരുന്നതും. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനിത് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ പറയുന്ന ഒരു വിഭാഗം, അതായത് 100-ൽ ഒരു 3% കാണും. അതുവരെ മാറ്റിയെടുത്തിയാൽ 97% വരുന്ന കേരളത്തിലെ ഫാമിലി ഓഡിയൻസും ഞങ്ങളൊപ്പം നിൽക്കും. എനിക്ക് ഉറപ്പുണ്ട് സുമതിയോളം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇവിടെ മാളികപ്പുറം കണ്ട് ഇഷ്ടപ്പെട്ട ഫാമിലി ഓഡിയൻസിന് വേണ്ടി തന്നെ ചെയ്ത സിനിമയാണ്. അതുകൊണ്ട് അത് കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുക്കുന്നത്. ഇതിലൊക്കെയുള്ള വീഡിയോ ഞാൻ കണ്ടിരുന്നു. ഒരുപാട് നന്ദിയുണ്ട്. കാരണം സിനിമ കണ്ട് എനിക്ക് ഒന്ന് 2 മണിക്കൂറിൽ അതിലൊക്കെ ഒരു വീഡിയോ റിവ്യൂ ഇട്ടു. ഒരുപാട് സന്തോഷമാണ് അങ്ങനെ വീഡിയോ ഇട്ടതിൽ. ഞാൻ ജെനുവിനായിട്ട് സംസാരിച്ചുള്ളൂ. ടാർഗറ്റ് ചെയ്ത് ഒരു സിനിമയെ അങ്ങനെ മോശമാക്കാനുള്ളത് ആരും ഇടില്ല എന്നൊരു വിശ്വാസം. അങ്ങനെ ഇട്ടാലും അത് കേരളത്തിലെ ജനങ്ങൾ റിജക്റ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് എൻ്റെ തോന്നുന്നത്.